അടുത്ത ക്വസ്റ്റ്യൻ shear force at a point in a conjugate beam represents. ഞാൻ നേരത്തെ പറഞ്ഞു കോൺജുഗേറ്റ് ബീമില് റിയൽ ബീമില് കോൺജുഗേറ്റ് ബീമിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ഇൻ കോൺജുഗേറ്റ് ബീം is equal to slope at corresponding point in real beam. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഷിയർ ഫോഴ്സ് ഇൻ കോൺജുഗേറ്റ് ബീം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പോയിന്റിലെ സ്ലോപ്പ് റിയൽ ബീമിലെ സ്ലോപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഇൻ കോൺജുഗേറ്റ് ബീം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫ്ലക്ഷൻ ഇൻ റിയൽ ബീം. രണ്ടും ബേസിക് കൺസെപ്റ്റ് ആണ്. കോൺജുഗേറ്റ് ബീം മെത്തേഡിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. ഓർത്തിരിക്കുക, മനസ്സിലാക്കി വെക്കുക. Okay, next question. Okay, area movement method is also known as. ഞാൻ നേരത്തെ കുറെ മെത്തേഡുകൾ പറയുന്ന കൂടെ പറഞ്ഞുപോയി. എന്ത്? ഏരിയ മൂവ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ മോർസ് മെത്തേഡ്. ഏരിയ മൂവ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് മോർസ് മെത്തേഡ്. ഓക്കെ, ഇത് ഏരിയ മൂവ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞ വേറൊരു പേര് മാത്രമാണ് മോർസ് മെത്തേഡ്. മോർസ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏരിയ മൂവ്മെന്റ് മെത്തേഡാണ്. ഏരിയ മൂവ്മെന്റ് മെത്തേഡ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. കോൺജുഗേറ്റ് ബീം മെത്തേഡ് പോലെ തന്നെയുള്ള വേറൊരു മെത്തേഡാണ്. ഇത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേറൊരു മെത്തേഡാണ് മോർസ് മെത്തേഡ് അല്ലെങ്കിൽ ഏരിയ മൂവ്മെന്റ് മെത്തേഡ്. മൊമെന്റ് ഏരിയ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ മെത്തേഡിന്റെ വേറൊരു പേരാണ് മോർസ് മെത്തേഡ്. കോൺജുഗേറ്റ് ബീം മെത്തേഡ് ഡിഫ്ലക്ഷൻ കാണാനുള്ളതാണ്. സ്ട്രെയിൻ എനർജി മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫ്ലക്ഷൻ കാണാം. മെക്കോളിസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഡിഫ്ലക്ഷൻ കാണാം. ഓക്കെ, ഇനി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ട്രെയിൻ എനർജി മെത്തേഡ്? സ്ട്രെയിൻ എനർജി മെത്തേഡിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്? അത് യൂണിറ്റ് ലോഡ് മെത്തേഡും സ്ട്രെയിൻ എനർജി മെത്തേഡാണ്. കാസ്റ്റിഗ്ലിയാനോസ് തിയറും സ്ട്രെയിൻ എനർജി മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡുകളും കോമൺലി പറയുന്നത് സ്ട്രെയിൻ എനർജി മെത്തേഡ്സ് എന്ന് തന്നെയാണ്. സ്ട്രെയിൻ എനർജി മെത്തേഡ്സിൽ കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിന് രണ്ട് തിയറംസ് ഉണ്ട്. ആ രണ്ട് തിയറംസ് നമ്മൾ ഡിഫ്ലക്ഷൻ എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നാൽ ഒരുപാടുണ്ട്. അത് എക്സാമ്പിൾക്ക് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തിയറം ചിലപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ തിയറം പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ യൂണിറ്റ് ലോഡ് മെത്തേഡ് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പ്, കോംപ്ലിക്കേറ്റഡ് മീൻസ് ഇപ്പോൾ എന്താ പറയുക, കാൻഡിലിവർ ആർച്ച്, ഇതിൽ വരുന്ന പോയിന്റ് ലോഡ്, ഇതൊക്കെ കണ്ടെത്താൻ നമുക്ക് യൂണിറ്റ് ലോഡ്, ഇതിന്റെ ഈ ഫ്രീ എൻഡിൽ വരുന്ന ഡിഫ്ലക്ഷൻ എത്രയെന്നൊക്കെ കണ്ടെത്തുന്നതിന് നമുക്ക് യൂണിറ്റ് ലോഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് കണ്ടെത്താം. അതുപോലെ തന്നെ കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ച് കണ്ടെത്താം. ഓക്കെ, ഇതാണ് യൂണിറ്റ് ലോഡ് മെത്തേഡും കാസ്റ്റിഗ്ലിയാനോസ് തിയറും. അപ്പോൾ രണ്ടും സ്ട്രെയിൻ എനർജി മെത്തേഡാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഇറിഗേഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രീവിയസ് ഇയർ IES ക്വസ്റ്റ്യൻ ആയിരുന്നു. 2010 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറിഗേഷൻ അല്ല, നമ്മളെ ലെവൽ എക്സാമുകൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച പല എഞ്ചിനീയറിംഗ് സർവീസ് ക്വസ്റ്റ്യൻസ്, SSC JE ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് കൂടുതൽ ആലോചിക്കാതെ അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുക്കാതെ ചെയ്യാം. സ്റ്റെപ്പ് എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റെപ്പ് എടുത്ത് ഒരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അയാളെ ലോസ് ആയ സമയം നിങ്ങൾക്ക് ഗെയിൻ ആണ്. അപ്പോൾ ആകെ 75 മിനിറ്റേ ഉള്ളൂ. ആ 75 മിനിറ്റിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി, മാക്സിമം പോസിറ്റീവ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞ് ഒബ്വിയസ്ലി റാങ്കിൽ ഫ്രണ്ടിൽ വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു, ചില
നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കംഫർട്ട് സോൺ ആണ്. ഓക്കെ, എനിക്ക് കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെവല് ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് സർവീസസിന് പ്രീവിയസ് ഇയർ ചോദിച്ച സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് എടുക്കുക, സോൾവ് ചെയ്യാം. അത് അടുത്ത് വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് സോൾവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, a simply supported rectangular beam of L ബീമിന്റെ ലെങ്ത് വന്നിട്ടുണ്ട് L ആണ് എന്നുള്ളത്. ബീമിന്റെ ലെങ്ത് L, സൈസ് ഡെപ്ത് ഓഫ് ബീം എന്ന് പറഞ്ഞത് D ആണ്. നമുക്ക് B എന്ന് പറഞ്ഞ വാല്യൂ ആവശ്യമൊന്നുമില്ലെങ്കിലും B എന്ന് പറഞ്ഞ വാല്യൂ ഇക്വേഷനിൽ വരുന്നില്ലെങ്കിലും B എന്ന വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യണം. B ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B, ഡെപ്ത് D. അടുത്ത് പറഞ്ഞിട്ടുള്ളത് ക്യാരീസ് എ സെൻട്രൽ ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡ് സെൻട്രൽ ലോഡാണ്. അപ്പോൾ നമുക്കറിയാം സിംപിളി സപ്പോർട്ടഡ് ബീമിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു BMmax ഇസ് ഈക്വൽ ടു WL ഡിവൈഡ് ബൈ 4. ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ WL ബൈ 4. ഇനി അടുത്തത് റേഷ്യോ ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ ടു മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര? ഡെൽറ്റ മാക്സ് ഇസ് ഈക്വൽ ടു നേരത്തെ ഡിസ്കസ് ചെയ്തു WL ക്യൂബ് ഡിവൈഡഡ് ബൈ 48 VI. പിന്നെ വേറൊരു കാര്യമുണ്ട്, എഞ്ചിനീയറിംഗ് സർവീസിന് ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് BC ഭൂമിയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് BC ഭൂമി എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് പല എക്സാമ്പിൾക്കും അതിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കുന്നുണ്ട്. WL ക്യൂബ് ബൈ 48 VI. നമുക്ക് ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. റെക്ടാങ്കുലർ ബീമിന്റെ I എന്ന് പറയുന്ന വാല്യൂ BD ക്യൂബ് ഡിവൈഡ് ബൈ 12 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. WL ക്യൂബ് ഡിവൈഡ് ബൈ 48E. ഐക്ക് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് BD ക്യൂബ് ഡിവൈഡ് ബൈ 12. BD ക്യൂബ് ബൈ 12 നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഡെൽറ്റ മാക്സ് ഡിവൈഡ് ബൈ ബെൻഡിങ് മൊമെന്റ് മാക്സ്. രണ്ടിന്റെ വാല്യൂ എന്താണ്, അതായത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. WL ക്യൂബ് ഡിവൈഡ് ബൈ 48ഉം 12ഉം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എത്രയുള്ളത്? 4. അപ്പോൾ WL ക്യൂബ് ഡിവൈഡ് ബൈ 4EI ഇൻറ്റു BD ക്യൂബ്. അത് സോറി I ഇല്ല ഇൻറ്റു BD ക്യൂബ് വന്നു ഡിവൈഡഡ് ബൈ BMmax അല്ല, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബെൻഡിങ് സ്ട്രെസ് ആണ്. ബെൻഡിങ് സ്ട്രെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു M ബൈ Z, അല്ലെങ്കിൽ സിഗ്മ മാക്സ് ഇസ് ഈക്വൽ ടു M മാക്സ് ഡിവൈഡ് ബൈ Z. റെക്ടാങ്കുലർ ബീമിന്റെ Z-ന്റെ വാല്യൂ നമുക്കറിയാം, എന്താ? WL ബൈ 4 ഡിവൈഡ് ബൈ BD സ്ക്വയർ ഡിവൈഡ് ബൈ 6. ഇതാണ് സിഗ്മ മാക്സിന്റെ വാല്യൂ. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡെൽറ്റ മാക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ മാക്സ് ആണ്, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ് സിഗ്മ മാക്സ്. അതിന്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി. WL ബൈ 4 all divided by BD square by 6. ഓക്കെ, ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോയി, W ക്യാൻസൽ ചെയ്ത് പോയി, LL സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, L മാത്രമേ ഉള്ളൂ. BB ക്യാൻസൽ ചെയ്ത് പോയി, D സ്ക്വയർ D ക്യൂബ് ക്യാൻസൽ ചെയ്ത് D മാത്രമായി. ബാക്കിയുള്ളത് എന്താണ്?
സോറി ഇവിടെ എൽ സ്ക്വയർ ഉണ്ട്, എൽ സ്ക്വയർ, ബാക്കിയുള്ള വാല്യൂ എൽ സ്ക്വയർ, ഈ 6 ഇങ്ങോട്ട് വന്നു ഡിവൈഡഡ് ബൈ 6 ഇ ഉണ്ട്, പി എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ക്വസ്റ്റ്യനിൽ ആൻസർ എന്താണ്? എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 6 ഇ ഡി. ഓപ്ഷൻ എ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എൽ സ്ക്വയർ ബൈ 6 ഇ ഡി. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫ്ലക്ഷൻ ഇനി അടുത്തത് നമ്മൾ ടോർഷൻ എന്നുള്ള ചാപ്റ്ററിലോട്ട് പോവാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ. ടോർഷൻ എന്നുള്ള ചാപ്റ്റർ നാളെ ഡിസ്കസ് ചെയ്യാം. ഒരു 8:30 വരെയാണ് നമ്മൾ സമയം പറഞ്ഞിട്ടുള്ളത്. ഒന്നുമല്ല, 1 മണിക്കൂറിൽ കൂടുതലൊക്കെ പഠിച്ചു കഴിഞ്ഞ് മീൻസ് നമ്മൾ ഓൾറെഡി പലരും വർക്ക് ചെയ്തു വരികയായിരിക്കും. അപ്പോൾ 1 മണിക്കൂറിലേറെ പഠിച്ച കാര്യം മറന്നു പോകണ്ട. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇതുവരെ വെച്ച് നിർത്താം. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. എക്സാം റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടോ. പിന്നെ ഞങ്ങളെ STP പ്രോഗ്രാം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാകത്തിനാണ് അത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ വീക്കിലി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ആ വീഡിയോസ് വെച്ചിട്ടായിരിക്കും ഇനിയുള്ള വീക്കിലി എക്സാം വരുന്നത്. ആ എക്സാം അറ്റൻഡ് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. കാരണം പലരും ഗ്രൂപ്പിൽ അങ്ങനെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്യണം നല്ലതാണ്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എക്സാമുകൾ റിലേറ്റഡ് ആയിട്ട് ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, കാൻഡിലിവർ ബീമിന്റെ കേസിൽ എവിടെ ലോഡ് വന്നു കഴിഞ്ഞാലും അതായത് പോയിന്റ് ലോഡ് അല്ലെങ്കിൽ UDL ഈ ഇത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാൻഡിലിവർ ബീമിന്റെ കേസിൽ എപ്പോഴും സ്ലോപ്പും ഡിഫ്ലക്ഷനും മാക്സിമം ഉണ്ടാവുന്നത് ഫ്രീ എൻഡിലായി. ഫ്രീ എൻഡ് മാക്സിമം സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഫ്രീ എൻഡ്. ഇതിൽ ചേഞ്ച് എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഈ സാധനം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടെത്തണം. അതായത് നമുക്ക് ഈ ഈസി ആയിട്ട് പറയാൻ പറ്റില്ല എവിടെ സ്ലോപ്പ് 0 വരുന്നത്, എവിടെ അതുപോലെ എവിടെയാണ് ഡിഫ്ലക്ഷൻ 0 വരുന്നത് ഈസി ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും UDL പോയിന്റ് ലോഡ് ഇതൊക്കെ വരുന്ന സമയത്ത് ഫ്രീ എൻഡിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. കാരണം ഡിഫ്ലക്ഷൻ ഷേപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എങ്ങനെ ലോഡ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് മാക്സിമം ഫ്രീ എൻഡിൽ വരുന്ന രീതിയിലാണ്. സപ്പോസ് പോയിന്റ് ലോഡ് ഇവിടെ വന്നു, ഇവിടം വരെ ഇതൊരു കർവിൽ ബെൻഡ് ആവും. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈനിലാണ് ബെൻഡ് ആവുന്നത്. അത് നമുക്ക് ഡിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈനിലാണ് ബെൻഡ് ആവുന്നത് എങ്കിലും മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന വാല്യൂ ഫ്രീ എൻഡിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ലോപ്പ്. പക്ഷെ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന സ്ലോപ്പും കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു കേസിൽ ഇവിടുത്തെ തീറ്റയും കോൺസ്റ്റന്റ് ആണ്. കാരണം ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ബെൻഡിങ് ആയ കാരണം അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ്. മക്കോളിസ് മെത്തേഡ് ഓക്കെ. മക്കോളിസ് മെത്തേഡ് ഒരു ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് പറയണം അതിനാദ്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് മക്കോളിസ് മെത്തേഡിന്റെ ജസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ പറയാം. മക്കോളിസ് മെത്തേഡ് വരാനുള്ള കാരണം നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഈ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് UDL, ഒരു പോയിന്റ് ലോഡ് ത്രൂ ഔട്ട് UDL
ഈ കേസിലൊക്കെ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ 2 പോയിന്റിലൂടെ അല്ലെങ്കിൽ കുറച്ചു ഭാഗത്ത് മാത്രം UDL അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഇതുപോലത്തെ രണ്ടിൻ്റെ കോമ്പിനേഷൻ, ഈ കേസൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ മക്കോളിസ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് മക്കോളിസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. കാരണം കുറച്ചുകൂടി ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അത്രയും മനസ്സിലാക്കുക. മക്കോളിസ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ദിവസം ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ മക്കോളിസ് മെത്തേഡ് ഡിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എന്തെങ്കിലും ചെയ്യാം, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. മക്കോളിസ് മെത്തേഡ് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട്? നാളെ നമ്മൾ ഇതേ സമയത്ത് 7:30 ടോർഷനും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും, അതായത് ഇന്നിപ്പോൾ 13th ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 12 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതിൽ ടോർഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോർഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോളംസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ട്രസ്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും പോർഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നു. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഇതുപോലെ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം, അതോ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് മതിയോ? ലൈവ് ഡിസ്കഷൻ ഒഴിവാക്കണോ, അതോ യൂട്യൂബ് വീഡിയോസ് മാത്രം മതിയോ? അങ്ങനെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് സജഷനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? കാരണം ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ബാക്കിയുള്ളവരൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.